അപാരമായ അനുഗ്രഹത്തിൻ്റെ പേരിലാണ് സുബഹി നമസ്കാരാനന്തരം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിലെ 10 ആയത്തുകൾ പഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. മനുഷ്യർ കൂട്ടത്തിലെ അത്യുത്തമർ, മനുഷ്യരിലെ ഏറ്റവും ഉന്നതർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഒരിക്കൽ നബി തങ്ങളെ പള്ളിയിൽ സഹാബാക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന സഹാബാക്കളോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാ ഫയഅതിയ മിൻഹു ബിനാഖത്തൈൻ. നിങ്ങളിലെ ആരാണ് ഒരു പ്രഭാത രാവിലെ സമയത്ത് മദീനത്തെ ഏറ്റവും വില കൂടിയ മുന്തിയനും പ്രീമിയം ഒട്ടകങ്ങളെ വിൽക്കുന്ന ബുത്ഹാ ചന്തയുണ്ട്, ആ ബുത്ഹാ ചന്തയിൽ പോയി 2 ഏറ്റവും മുന്തിയനും ചുവന്ന ഒട്ടകങ്ങളെ വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുന്നത്? അറബികൾക്കിടയിലെ ഏറ്റവും മൂല്യമുള്ള വിലയേറിയ വസ്തുവാണ് ചുവന്ന ഒട്ടകം. നമ്മൾ ഇന്നത്തെ കാലത്ത് ലംബോർഗിനി, ഫെറാറി, റോൾസ് റോയ്സ് കാറുകൾ എന്ന് പറയുന്നത് പോലെ അന്ന് ചുവന്ന ഒട്ടകങ്ങളായിരുന്നു. ചുവന്ന ഒട്ടകങ്ങൾക്ക് പ്രത്യേകത, അത് കാണാൻ അതിമനോഹരമാണ്, സഞ്ചരിക്കാൻ നല്ല ലാഘവത്വമുള്ളതാണ്, നല്ല ഉഷാറോടുകൂടി സഞ്ചരിക്കാൻ, ക്ഷീണം പിടിക്കൂല. അപ്പൊ അവരേറ്റവും നല്ല മുന്തിയനും അവരുടെ സമ്പത്തായി കണക്കാക്കിയിരുന്ന സാധനമാണ് ഈ ചുവന്ന ഒട്ടകം. നിങ്ങൾ ആരാണ് സുബൈക്ക് പോയിട്ട് 2 ചുവന്ന ഒട്ടകം വാങ്ങുന്നത് ഇഷ്ടപ്പെടുന്നത്? സഹാബാക്കൾ മറുപടി ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഞങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? രാവിലെ തന്നെ ഒരു 2 ചുവന്ന ഒട്ടകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസാജിദ് ഫൽയഅലം ഔ യഖറ ആയതൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല. നിങ്ങളിലെ ഏതെങ്കിലും ഒരാൾ രാവിലെ സമയത്ത് സുബഹയുടെ സമയത്ത് പള്ളിയിലേക്ക് പോവുകയും അങ്ങനെ പള്ളിയിൽ വെച്ച് 2 ഖുർആൻ ആയത്തുകൾ, 10 ആയത്തുകളല്ല കേട്ടോ, 2 ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്യുകയും അവനത് പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഖൈറുൽ ലഹു മിൻ ആഖത്തൈൻ, അവന് 2 ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരമാണത്. തീർന്നില്ല, വസലാസിൻ ഖൈറുൽ ലഹു മിൻ സലാസിൻ, ഇനി 3 ആയത്തുകളാണ് അവൻ പഠിക്കുന്നതെങ്കിൽ 3 ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ അവൻ ശ്രേഷ്ഠമാണ്. അർബഉൻ ഖൈറുൽ ലഹു മിൻ അർബഈൻ, ഇനി 4 ആയത്തുകളാണ് പഠിക്കുന്നതെങ്കിൽ 4 ചുവന്ന ഒട്ടകങ്ങൾ അവൻ കരഗതമാക്കുന്നതിനേക്കാൾ അവന് ഖൈറദാത്. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബ്ൽ, എത്ര ഖുർആൻ ആയത്തുകളാണോ അവൻ പഠിക്കുന്നത് അത്രയും ചുവന്ന ഒട്ടകങ്ങൾ അവന് ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരവും പ്രതിഫലം ലഭിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുക. ഖുർആൻ പഠിക്കാൻ പറ്റുന്ന ഒരു മജ്ലിസിൽ നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു ആഴ്ചയിലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബറക്കത്താണ്. ഒരു ആഴ്ചയിലെ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. അള്ളാഹു അതിൽ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ ദിവസം ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആയത്ത് ശ്രദ്ധിച്ചു. സൂറത്തുൽ ഫുർഖാനിലാണ് തോന്നുന്ന ആയത്ത്, വഖാല റസൂലു യാ റബ്ബി ഇന്നകും ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്നാണ് ആയത്ത്. എന്താ ആയത്തിന്റെ പശ്ചാത്തലം? ഇപ്പൊ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട്, നബിതങ്ങളെ മുസ്ലിമീങ്ങളോട് വലിയ സ്നേഹമുള്ള നബിയാണ്, വലിയ ഇഷ്ടമുള്ള നബിയാണ്. റബീഉൽ അവ്വൽ മാസമൊക്കെ വരാൻ പോവല്ലേ, ഉമ്മത്തിനോട് വലിയ ഇഷ്ടമാണ് നബിതങ്ങൾക്ക്, വലിയ ഇഷ്ടമാണ്. ഉമ്മത്ത് എല്ലാവരും സ്വർഗത്ത് പോകണം. അതിനുവേണ്ടി നബിതങ്ങൾ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീടാന്തരം മക്കയിലെ ഓരോ തെരുവുകളിൽ കൂടി നടന്ന് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. 1 ലക്ഷത്തിലധികം ആളുകളെ നബിതങ്ങൾ വഫാത്താകുന്ന സമയത്ത് മുസ്ലിമീങ്ങളായി ഉണ്ടായിരുന്നത്. നബിതങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഒടുക്കം ഹജ്ജത്തുൽ വിദാഇന്റെ സദസ്സിൽ വെച്ച് നിങ്ങൾ വിവിധ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് യാത്രയാവുകയും അവിടങ്ങളിലെല്ലാം ഇസ്ലാം എത്തിക്കുകയും ചെയ്യുക എന്ന് നബിതങ്ങൾ കൽപ്പിച്ചു. അതേ തുടർന്നാണ് മാലിക് ഇബ്നു ദീനാറും തമീമുദ്ദാരിയൊക്കെ നമ്മുടെ നാട്ടിലെത്തുകയും നമ്മൾക്ക് ഇസ്ലാമും നമുക്ക് ദീനും പള്ളിയൊക്കെ ഉണ്ടായത്. അപ്പൊ അത്രയും തന്നെ ഉമ്മത്തിന്റെ വിഷയത്തിൽ കൺസേൺഡ് ആയ, തന്നെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ബേജാറിലായ ആളാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, മരണാനന്തരം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഅ്ശറയിൽ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്ന സമയത്തും ഇതുപോലെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യും. അള്ളാഹു ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ, അള്ളാഹു ഇവരെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ എന്ന് ഓരോരുത്തരുടെ കാര്യത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും.
ഷഫാഅത്ത് നടത്തുക എന്നാണ് അതിന് പറയുക. പക്ഷെ അങ്ങനെയുള്ള ആ വിചാരണയുടെ മഅ്ശറയുടെ സദസ്സിൽ പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്കെതിരിൽ ശുപാർശ ചെയ്യും. ചില ആളുകൾക്കെതിരിൽ അള്ളാഹുവിനോട് പരാതി പറയും. അവരാരാണ്? വഖാല റസൂൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ വിചാരണയുടെ ദിവസം അള്ളാഹുവോട് പറയും, ഇന്നഖും ഇത്തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ. ഇവൻ ഇന്ന ആൾക്കാരൊക്കെ ഖുർആനെ മഹ്ജൂറാക്കി കളഞ്ഞു. മഹ്ജൂറാക്കി കളഞ്ഞാൽ ഖുർആൻ ഉപേക്ഷിച്ച് കളഞ്ഞു. ഖുർആൻ അവർ പഠിച്ചില്ല, ഖുർആൻ അവർ ഓതി നോക്കിയില്ല, ഖുർആനിന്റെ അകത്തുള്ളത് എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എതിരായിട്ട് അവർക്ക് ശുപാർശ ചെയ്യും. അള്ളാഹു ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് സ്വർഗം ലഭിക്കുന്ന, ഖുർആൻ കൊണ്ട് ഖബർ വിശാലമാവുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ, ഈ ക്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ആഫിയത്തിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. 10 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിയത്. 2 ആയത്ത് വീതമാണ് ഓരോരുത്തരെ കൊണ്ട് ഓതിപ്പിച്ചത്. നമുക്ക് സമയം പരിമിതമാണ്, അതുകൊണ്ടാണ് വെറും 2 ആയത്ത് മാത്രം ഓതാൻ സമയം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് 66-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ أو لا يذكر الإنسان أنا خلقناه من قبل ولم يك شيئا فوربك لنحشرنهم والشياطين ثم لنحضرنهم حول جهنم جثيا ثم لننزعن من كل شياط أيهم أشد على الرحمن عتيا. സൂറത്തുൽ മറിയമിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ശ്രദ്ധിച്ചത്? ഇത്തിയ, അഷിയ, ഇത്തിയ. നിങ്ങൾ നോക്ക്, സൂറത്തുൽ മറിയമിന്റെ തുടക്കം മുതൽ കാഫ് ഹയ ഐൻ സ്വാദ് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അത് മുതൽ താഴെ നോക്കൂ. സക്കരിയ, ഖഫിയ, ഷഖിയ, വലിയ, റളിയ, സമിയ, ഇതിയ, ഷൈഅ, സവിയ, അഷിയ, സബിയ, തഖിയ, അസിയ. അതങ്ങനെ അങ്ങനെ 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 പോകുന്നു. ഒരു താളാത്മകത. അതിന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൈമി സ്കീമിങ് എന്നാണ് പറയുക. അതായത് ഒരു കവിതയുടെ ഒരു സെന്റൻസിന്റെ ഏറ്റവും ഒടുക്കം ഒരുപോലെയാക്കുക. അതത്ര എളുപ്പമൊന്നല്ല. ഇപ്പൊ കവിത ഉണ്ടാക്കുന്ന ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് കവിതക്ക് കോർവൊപ്പിക്കുക. ഇപ്പൊ ഗാനം എഴുതുന്ന ലിറിക്സ്റ്റുകളില്ലേ, ഗാനരചയിതാക്കൾ, അവരും വലിയ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. കവിതക്ക് പ്രാസമൊക്കെ ഉണ്ട്. പ്രാസം മുക്കുന്ന സമയത്തല്ലേ അതിന്റെ പാരായണം അതിമനോഹരാകുക. നോക്കി, ഈ സൂറത്തിലെ എല്ലാ ആയത്തുകളും അതുപോലെയാണ് നിർത്തുന്നത്. പക്ഷെ ഒരു പോർഷനിൽ മാത്രം, എവിടെയാണത്? ഒരു ഏരിയയിൽ മാത്രം ഈ നിയമം പഠിച്ചു തെറ്റിക്കുന്നുണ്ട്. ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ കണ്ടെത്തണം. എല്ലായിടത്തിലും ഒരുപോലെയാണ് അവസാനിക്കുന്നത്. പക്ഷെ 6 or 7 ആയത്തുകളിൽ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റൈല് മാറ്റി പിടിക്കുന്നു. അല്ലല്ല, ജുംദൻ അത് ആ ടോണാണല്ലോ. അല്ല, ആയത്ത് അവസാനിക്കുന്നിടത്ത് ഒരുപോലെ ആവുന്നുണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഒരുപോലെ ആവുന്നില്ല, അതെല്ലാം ഒരുപോലെയാണല്ലോ. റയ്യ, അഹദാസ്, ക്രിയ, അതെല്ലാം ഒരുപോലെ, അതിൽ മാറ്റില്ലല്ലോ. ഇത് മാറുന്നത് ഒരു 5-6 ആയത്തുകളുണ്ട്. നിങ്ങൾ കണ്ടെത്ത്. അതായത് സൂറത്തുൽ മറിയമിലെ 34-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെയുള്ള 60 ആയത്തുകളിൽ അള്ളാഹു ഈ നിയമം തെറ്റിക്കുന്ന വെച്ചാൽ ആ സ്റ്റൈല് മാറ്റുന്നു. 94 ആയത്തുകൾ സൂറത്തുൽ മറിയമിലുണ്ട്.
ആ 94 ആയത്തുകൾ മുഴുവനായിട്ട് ഈ രീതിക്ക് അവസാനിക്കുന്നത് ഏത് ഒരുപോലെ താളാത്മകമായിട്ട് അവസാനിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള 94 ആയത്തുകൾക്കിടയിലുള്ള ഒരു 6 ആയത്തുകൾ അള്ളാഹു ആ സ്റ്റൈല് മാറ്റുന്നു. എന്താണ് അതിന്റെ പിറകിലുള്ള കാരണം? സൂറത്തുൽ മറിയമിൽ അള്ളാഹു മറിയം അലൈഹി ഇസ്ലാമിനെ കുറിച്ചും സക്കരിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈസ അലൈഹി ഇസ്ലാമിന്റെ വിഷയം വരുന്നുണ്ട്. അതന്നെ ദാലിക ഈസ ഇബ്നു മറിയം ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ എന്നുള്ള ആയത്ത് മുതൽ തുടങ്ങിയിട്ട് ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ എന്നുള്ള 6 ആയത്ത് വരെ, ആ 6 ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം അള്ളാഹുവിന്റെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്ത അതിഗൗരവമായിട്ടുള്ള തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ആ 6 ആയത്തുകൾ. ആ 6 ആയത്തിൽ അള്ളാഹുവിന്റെ ആ ഒരു താണാത്മകത, ഒരു ഗാനാത്മകത, ഒരു സ്വരഭംഗി അത് സ്റ്റോപ്പ് ചെയ്ത് അതിഗൗരവമായ രീതിയിലാണ് അള്ളാഹു അവിടെ സംസാരിക്കുന്നത്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറു മിൻ മശ്ഹദി യൗമിൻ അദീം. എന്താ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തത്? അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയും. ഈസ അലൈഹി ഇസ്ലാം യേശു അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. മേരി അള്ളാഹുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന് പുറമെ മറ്റുള്ള യേശു ക്രിസ്തുവിനെ അവർ ആരാധിക്കാൻ തുടങ്ങി. കന്യാമറിയത്തിനെ അവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ആ തെറ്റ് അതിഗൗരവമാണ്, അവർ ചെയ്ത തെറ്റ് അതിഭയങ്കരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന 6 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഗൗരവമായിട്ടാണ് സംസാരിക്കുന്നത്. അതല്ലാത്ത ഈ ആയത്തിന്റെ ഉടനീളം ഒരേ രീതിക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ച് നമ്മുടെ ഭാഗത്തിലേക്ക് തന്നെ വരാം. 66-ാമത്തെ ആയത്ത്, വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ ചോദിക്കുകയാണ്, അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖബറിൽ എഴുന്നേറ്റ് വരും എന്നാണോ പറയുന്നത്? ഇല്ല, നമ്മൾ ചിന്തിക്കൂലേ അങ്ങനെ മരിച്ചതിന് ശേഷം ഒരു ജീവിതമൊക്കെ ഉണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡികളും എല്ലാം ഭൂമിയിൽ അലിഞ്ഞു തീരില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുനർജനിപ്പിക്കാൻ സാധിക്കുക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഭൂമി ലോകത്തേക്ക് ഇന്നേ വരെ വന്ന മനുഷ്യന്മാരിൽ ഈസാ നബി അലൈഹിസ്സലാമുള്ള ബാക്കി എല്ലാ മനുഷ്യരുടെയും ശരീരത്തിന്റെ അവശേഷിപ്പുകൾ ഭൂമിയിൽ തന്നെ ഉണ്ട്, അല്ലേ? അത് കുഴിച്ചു മൂടി മണ്ണിൽ ലയിക്കണം എന്നില്ല. ചിലപ്പോൾ കത്തി നശിച്ച മനുഷ്യന്മാരായിരിക്കും, പക്ഷെ അവരുടെ ശരീരത്തിന്റെ അവശേഷിപ്പുകൾ ഈ ദുനിയാവിലെ ഭൂമിയിൽ മണ്ണിലുണ്ട്. ചില ആൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയായിരിക്കും, അയാളുടെ ശരീരം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അത് കടലിന്റെ അടിത്തട്ടിൽ അയാളുടെ ശവശരീരങ്ങൾ കിടക്കുന്നുണ്ടാവും. മരുഭൂമി മരിച്ച ആളാണെങ്കിലും തണുത്തുറഞ്ഞ അന്റാർട്ടിക്കയിൽ മരിച്ച ആളാണെങ്കിലും എല്ലാ ആളുകളുടെയും ശരീരത്തിന്റെ അവശേഷിപ്പുകൾ ഭൂമിയിൽ ഉണ്ടാവും. സൂറത്തുൽ യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യന്റെ ശരീരത്തിന്റെ നട്ടെല്ലിന്റെ താഴെയായിക്കൊണ്ട് ഒരു ബോണുണ്ട്, ഒരു എല്ലും കഷ്ണം. അത് നോക്കിയാൽ മതി. അത് നമ്മൾ ഗൂഗിളിലൊക്കെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ നട്ടെല്ലിന്റെ താഴെ ഇങ്ങനെ ഒരു എല്ലും കഷ്ണം കാണും. ഇനി ഓർത്തോണൊക്കെ ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് നട്ടെല്ലിന് സുഖമില്ലാണ്ട് നട്ടെല്ല് വേദനയൊക്കെ വന്നിട്ട് കാലിന്റെ മുട്ടിലൊക്കെ വേദന വന്നിട്ട് ഓർത്തോനെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഓർത്തോ ഡോക്ടറോട് ചോദിച്ചാൽ മതി, ഡോക്ടർ ശരീരത്തിലുള്ള എല്ലാ ബോൺസുകളും മണ്ണിൽ ലയിക്കും. അപ്പൊ ഡോക്ടർ എല്ലാ ബോൺസുകളും എല്ലുകളും മണ്ണിൽ ലയിക്കും. നമ്മളെല്ലാം ആദ്യന്തെയും 3 ദിവസം കഴിഞ്ഞാൽ കണ്ണോക്ക് എന്താ ഫേസിൽക്കാർ കണ്ണെന്താ ഇപ്പം മണ്ണിൽ ലയിച്ചു. അതിനാണ് നമ്മൾ കണ്ണോക്ക് നടത്താന്ന് പറയാം. പിന്നെ ശരീരത്തിലെ എല്ലാ പിന്നെ ഇറച്ചി, നരമ്പുകൾ, തൊലി ഇതെല്ലാം മണ്ണിൽ ലയിക്കും. ഏറ്റവും ഒടുക്കാണ് എന്ത് ലയിക്കുക? എല്ലുകൾ ലയിക്കുക. എല്ലുകൾ മണ്ണിൽ മൊത്തമായിട്ട് അലിഞ്ഞു ചേരണം വർഷങ്ങൾ എടുക്കും, ചിലപ്പം 1 നൂറ്റാണ്ടൊക്കെ എടുക്കും മുഴുവൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ കുഴിച്ച കബറിന് തന്നെ കുഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലൊക്കെ കിട്ടുന്നത്. അത് അങ്ങനെ തന്നെ കടത്തിയിട്ടുണ്ടെങ്കിൽ 1 നൂറ്റാണ്ട് 100 വർഷം കൂടി അങ്ങനെ തന്നെ കടന്നിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ ലയിച്ചു പോകും, മണ്ണിൽ അലിഞ്ഞു പോകും. പക്ഷെ എല്ല് മുഴുവനായിട്ട് മണ്ണിൽ അലിഞ്ഞു ചേർന്നാൽ പോലും മനുഷ്യന്റെ ശരീരത്തിന്റെ നട്ടെല്ലിന്റെ താഴെ ആയിക്കൊണ്ട് ഒരു ചെറിയൊരു എല്ലിന്റെ ഒരു ചെറിയ പീസ് ഉണ്ട്, ചെറിയ പീസ്. അത് മണ്ണിൽ ലയിക്കൂല. അത് നിങ്ങൾ 10, 500, 600, 1000 വർഷം മുമ്പ് മരിച്ച ഏതെങ്കിലും ഡെഡ് ബോഡിയെ കുഴിച്ചു നോക്കിയാൽ മതി, അല്ലെ ഓർത്തോ ഡോക്ടറോട് ചോദിച്ചാൽ മതി. ആ എല്ലിൽ നിന്ന് മനുഷ്യനെ പുനർജനിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യാസീനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹ് ചോദിക്കാണ്, അവലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈഅ, മനുഷ്യൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ പഠിച്ചുകൊണ്ടുണ്ടാക്കിയത്. അപ്പൊ എനിക്കിപ്പോ 31 വയസ്സാണ്. 31 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ന് പറയുന്ന ആളുണ്ടോ? ഇല്ല.
ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു എന്നെ ഉണ്ടാക്കിയത്. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരിച്ചതിന് ശേഷം എന്നെ പുനർജനിപ്പിക്കൽ എളുപ്പമല്ലേ? പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു കാറിന്റെ കമ്പനി ആദ്യമായിട്ടൊരു കാർ പ്രൊഡക്ഷൻ ചെയ്യാണ്, ഉണ്ടാക്കുകയാണ്. ലോകത്ത് ആദ്യമായി കാർ ഉണ്ടാക്കിയ ഏത് കമ്പനിക്കാരാ? ഏതാ? ഫോർഡല്ലേ? ഫോർഡല്ലേ ലോകത്ത് ആദ്യമായി കാർ ഉണ്ടാക്കിയത്? ആദ്യമായിട്ട് കാർ ഉണ്ടാക്കുന്നവരാണ് ഏറ്റവും പ്രയാസപ്പെട്ടിട്ടുണ്ടായത്. പിന്നെ 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 കാർ ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ടോ? ടൊയോട്ടയുടെ തന്നെ ഏറ്റവും നല്ല കാർ ഏതാ? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാർ ഇന്നോവ. ഇന്നോവ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ആവശ്യമുണ്ടാവും, അതിന്റെ ഡിസൈനർമാർ ആവശ്യമുണ്ടാവും, മറ്റെല്ലാ ആവശ്യമുണ്ടാവും. അവരെല്ലാം കൂടി ഇരുന്നിട്ടാണ് പ്ലാൻ ചെയ്ത് ഇത് ഉണ്ടാക്കുക. ഫസ്റ്റ് മോഡൽ ഉണ്ടാക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഓൾറെഡി ഉണ്ടാക്കിയ സാധനം പിന്നെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമുണ്ട്. അപ്പൊ അല്ലാഹ് പറയാണ്, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയവനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ പുനർജനിപ്പിക്കാൻ എനിക്ക് എളുപ്പല്ലേ? സൂറത്തുൽ സിൽസാലിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم. അതായത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഖിയാമത്ത് നാളിൽ ഭൂമി പ്രകമ്പനം കൊള്ളുന്ന സമയത്ത് ഭൂമിയിൽ മരിച്ചൊടുങ്ങി മണ്ണിൽ ലയിച്ചു ചേർന്ന എല്ലാ മനുഷ്യന്മാരും അവരുടെ ശവക്കല്ലറകളിൽ നിന്നും അവരുടെ ശരീരത്തിന്റെ അവശേഷിപ്പുകൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് ഓരോ മനുഷ്യരും എഴുന്നേറ്റ് വരും. എല്ലാ മനുഷ്യരും അവരുടെ അമലുകൾ കാണാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് വരും. അപ്പോൾ പുനർജനിപ്പിക്കൽ അള്ളാഹ്ക്ക് പ്രയാസമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തത് ഉണ്ടാക്കുന്ന അള്ളാഹുവാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിന് ഉണ്ടാക്കുന്ന അള്ളാഹുവാണ്. അതെങ്ങനെയാണ്? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തുവിന് അള്ളാഹു ഏതാ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ സൈതാലിക്ക? ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് അള്ളാഹു ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. അതേതാ? പറയും. ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. ആ ഈത്തപ്പയ കുരുവിൽ നിന്ന് ഈത്തപ്പന മരമുണ്ടാകുന്നു. മരങ്ങൾക്ക് ജീവനുണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിൽ കായ ഉണ്ടാകുന്നതും പൂവിടരുകയും ചെയ്തത്. അപ്പൊ ജീവനില്ലാത്ത ഈത്തപ്പന കുരുവിൽ നിന്ന് ജീവനുള്ള ഈത്തപ്പന മരത്തെ അള്ളാഹു ഉണ്ടാക്കുന്നു. പിന്നെ ആ ഉദാഹരണത്തോടു കൂടെ എല്ലാം കഴിഞ്ഞ്. മുട്ട, ജീവനില്ലാത്ത വസ്തുവാണ് മുട്ട. ആ മുട്ടയിൽ നിന്നാണ് ജീവനുള്ള കോഴികൾ ഉണ്ടാകുന്നത്. പിന്നെ മനുഷ്യന്റെ ഒരു ഉദാഹരണം ഉണ്ട്. അതെന്താ? ബീജം, സ്പേം. ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഈ ബീജത്തുള്ളികൾക്ക് ജീവനില്ല, ഒരു വെള്ളം മാത്രല്ലേ, ഒരു തെറിക്കുന്ന ദ്രാവകം. ആ ബീജത്തുള്ളികളിൽ നിന്ന്, ജീവനില്ലാത്ത ദ്രാവകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുണ്ടാക്കുന്നു. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരു ഉദാഹരണം കൂടി ഉണ്ട്. ഇപ്പം ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമി പോലുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിൽ നിന്ന് മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് പച്ച ചെടികൾ മുളച്ചു വന്നു. ജീവനില്ലാത്ത ഭൂമിയിൽ നിന്ന് അല്ലാഹു ജീവനുള്ള ചെടികളെ മുളപ്പിക്കുന്നു. ഇതുപോലെ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് അല്ലാഹു ജീവനില്ലാത്ത ഉണ്ടാക്കുന്നുണ്ട്. ഏതുപോലെ? ഇപ്പൊ മനുഷ്യരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ബീജം ഉണ്ടാകുന്നു. മനുഷ്യൻ ജീവനുള്ള വസ്തുവാണ്. അതിൽ നിന്ന് ബീജം എന്ന് പറയുന്ന ജീവനില്ലാത്ത വസ്തു ഉണ്ടാകുന്നു. ചെടികള്, മരങ്ങള്, ചക്ക, മാവ്, പ്ലാവ് ജീവനുള്ളൊരു വസ്തു, സസ്യമാണ്. ആ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ചക്കക്ക് ജീവനില്ല. ഒരു മാവിന് ജീവനുണ്ട്, പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന മാങ്ങക്ക് ജീവനില്ല. എന്ന് പറയുന്ന പോലെ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് അല്ലാഹു ജീവനുള്ളതിനെയും ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനില്ലാത്ത വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നു. സൂറത്തുൽ മറിയമിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ കാണുന്ന ആകാശങ്ങളും സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാൻ എളുപ്പമല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ നമ്മൾ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മതമില്ല, ദൈവമില്ല, ആഖിറല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമൊന്നും ഇല്ലാത്ത ആൾക്കാർ പറയും, മരിക്കുന്നതോടുകൂടി മനുഷ്യന്റെ ഡെഡ് ബോഡിയൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്നു, ഈ ഒന്നുമില്ല എന്ന് പറയും. അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറയുന്നത്? ഈ ആകാശത്തെയും സൂര്യനും നക്ഷത്രത്തെയും ഇത്രയും സിസ്റ്റമാറ്റിക്കായി ഉണ്ടാക്കിയ എനിക്ക് നിങ്ങളെ പുനർജനിപ്പിക്കാനുള്ള കഴിവില്ലേ? എനിക്ക് അള്ളാഹു അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറ. നമ്മൾ തീയില്ലേ, തീ എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്?
തീ തീ എന്തെന്നാണ് ശരിക്കും ഉണ്ടായത് ഒരു കാലത്തൊക്കെ? പച്ച, അള്ളാഹു പറയാണ് മിന ഷജറിൽ അഖ്ലരിനാറ, പച്ച മരങ്ങളിൽ നിന്ന് തീ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. പച്ച മരം, ആ മരം ഉണങ്ങുന്നു, അതിന് നമ്മൾ തീ വെക്കുന്ന സമയത്ത് അത് കത്തുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊന്നാണ് തീ, അല്ലേ? തീ കണ്ടെത്തിയതിനു ശേഷമല്ലേ മനുഷ്യന് ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പുള്ളൊക്കെ മനുഷ്യന്മാര് ഭക്ഷണം പാചകം ചെയ്യാതെ പച്ചയായിട്ടൊക്കെ കഴിക്കല്ല കഴിച്ചത്. അപ്പൊ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തീ. ഈ തീ അള്ളാഹു ഉണ്ടാക്കുന്ന മരത്തിൽ നിന്നാണ്. ആ തീയിന്റെ ഏത് മോഡലാണെങ്കിലും ശരി, ഏത് ഫോം ആണെങ്കിലും ശരി, ഇപ്പൊ തീ കത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 2 കല്ലുകൾ ഉരച്ചിട്ടുണ്ടെങ്കിൽ തീയിന്റെ സ്പാർക്ക് ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വിറക് കത്തിക്കും. അതും മരത്തിൽ നിന്നാണ്. ഗ്യാസ്, പെട്രോളിയം പ്രോഡക്റ്റ് എല്ലാം ഉണ്ടാകുന്നതിൽ നിന്നാണ്. നമ്മൾ ഡീസല്, നമ്മളെ പെട്രോള്, നമ്മളെ ഗ്യാസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നാണ്. മരങ്ങളാണ്. ഭൂമി ലോകത്തുണ്ടായിരുന്ന മരങ്ങൾ, ആ മരങ്ങൾ ഭൂമിയിൽ ലയിച്ചു ചേർന്ന് നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളോളം കാലം ഭൂമിക്കടിയിലും ഒക്കെ ആയിട്ട് കിടക്കും. ആ കിടന്നതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത്? ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ പെട്രോൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പോലെ നമ്മൾ കടലിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. കടലിന്റെ അടിയിൽ എങ്ങനെയാണ് പെട്രോൾ ഉണ്ടായത്? കടൽ ജീവികൾ, മരങ്ങളെ പോലെ കടൽ ജീവികൾ, അത് പച്ച ഇറച്ചിയുള്ള കടൽ മീനുകളും ജീവികളും, അത് കടലിൽ ലയിച്ചു ചേരുന്നു, അത് നശിച്ചു ചേരുന്നു. ഒട്ടാണ്ടുകൾ, ലോകം ആരംഭിച്ചിട്ട്, ഈ പ്രപഞ്ചം ആരംഭിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷമായല്ലോ. അപ്പോ ഈ കടലിന്റെ അടിയിലുള്ള ഈ മത്സ്യങ്ങളും മറ്റുമെല്ലാം അലിഞ്ഞു ചേർന്നു, കടലിൽ അലിഞ്ഞു ചേരുന്നു. ആ അലിഞ്ഞു ചേർന്ന അതിന്റെ അവശേഷിപ്പുകളിൽ നിന്നാണ് നമ്മൾ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് കോയൽ. ഇത് കോയൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ധനങ്ങളിൽ, സമ്പത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കോയൽ. കൽക്കരി, പഴയ കൽക്കരി ട്രെയിൻ കണ്ടിട്ടില്ലേ? പണ്ട് കൽക്കരി വെച്ചിട്ടില്ലേ ട്രെയിൻ ഓടുക, അല്ലേ? ഭയങ്കര സൗണ്ടുകൾ, കുച്ചു കുച്ചു കുച്ചു. ഇപ്പൊ എല്ലാ സൗണ്ടും ഒക്കെ ഇല്ലാണ്ടായത്. കൽക്കരി എന്തെന്നാ ഉണ്ടാകുന്നത്? കൽക്കരിന്റെ കോലം കണ്ടാൽ തന്നെ തിരിയില്ലേ? കൽക്കരിന്റെ കോലം എങ്ങനെയാ? കറുത്തിട്ട് എന്ത് കഷ്ണം പോലെ? മരക്കഷ്ണം പോലെ അല്ലേ? പഴയ മരങ്ങൾ ഭൂമിയിൽ രൂപപ്പെട്ടിട്ടല്ലേ ഈ തീ ഉണ്ടാകുന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ കത്തിക്കുന്ന തീയെ പച്ച മരത്തിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും കൽക്കരി ആണെങ്കിലും ഇതൊക്കെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങളെ പുനർജനിപ്പിക്കാൻ സാധിക്കൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹു വീണ്ടും പറയുന്നു, നാളെ അള്ളാഹു അന്ത്യദിനത്തിൽ വിചാരണ ചെയ്യുന്ന സമയത്ത്, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്ന സമയത്ത് അള്ളാഹു ചോദിക്കും, നിങ്ങളിൽ ആരാണ് എന്നെ ഏറ്റവും കൂടുതൽ ധിക്കരിച്ച് ജീവിച്ചത്? അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമാക്കിയിട്ട് അവർക്ക് കൂടുതലായി ശിക്ഷകൾ നൽകപ്പെടും. ആ വിചാരണയുടെ ദിവസം ഏറ്റവും കൂടുതൽ നരകത്തിൽ വെന്തെരിയുന്നത് ആരാണെന്ന് നാം അറിയുന്നതാണ്, നാം മനസ്സിലാക്കുന്നതാണ്. നരകത്തിൽ വെന്തെരിയുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീന കഫറു ബിആയാതിന സൗഫ നുസ്ലിഹിം നാറ. അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകളെ, അള്ളാഹുവിനെ നിഷേധിച്ച, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കത്തിയെരിയിക്കും. നുസ്ലി എന്നാണ് ആ പദം. നുസ്ലി, നരകത്തിൽ കത്തിയെരിയിക്കും. കുല്ലമാ നളജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. അവരുടെ ശരീരത്തിലുള്ള തോലുകൾ കരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ടും അവർക്ക് പുതിയ തോലുകൾ നൽകും. എന്തിന്? ലിയദൂഖുൽ അദാബ്, അവർ ശിക്ഷയെ രുചിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് അങ്ങനെ തോലുകൾ കരിയുന്ന സമയത്ത് പിന്നെയും തോല് കൊടുക്കുന്നത്? മനുഷ്യൻ നരകത്തിലെ ശിക്ഷ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നരകത്തിലേക്ക് ഒരാളെ കിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള തീകാരനായിട്ട് മനുഷ്യന്റെ ശരീരത്തിലുള്ള തോലുകൾ കരിഞ്ഞു പോലെ, വെന്തുപോലെ. അപ്പം തന്നെ എന്ത് ചെയ്യും? പുതിയ തോല് കൊടുക്കും. അതിന് പുതിയ തോല് മാത്രം കൊടുക്കാത്തത്, ശരീരം ഇറച്ചി കൊടുക്കാത്തത്? തോലിലാണ് വേദന ഉള്ളത്. മനുഷ്യന്റെ ശരീരത്തിൽ വേദനയുള്ളത് തോലിലാണ്. വേദനയുടെ സിഗ്നലുകൾ ഉള്ളതൊക്കെ തോലിലാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലഡ് എടുക്കാൻ വേണ്ടി സിറിഞ്ച് കുത്താനൊക്കെ പോകൂലേ, ആ സമയത്ത് നെയ്സ് നീഡിൽ ഇവിടെ വെച്ചിട്ട് ആ കുത്തുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് വേദന ഉള്ളൂ. അതിനുശേഷം അവർ ആ സൂചി ഉള്ളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത്, നമ്മളെ ഇറച്ചിയിൽ കൂടി ആ സൂചി കയറിപ്പോകുന്ന സമയത്ത് നമുക്ക് വേദനിക്കൂല. തോല് കുത്തുന്നേരം എന്ത് വേദന? അപ്പൊ ഇറച്ചിയിൽ വേദനയില്ല, തോലിലാണ് വേദന. അതുകൊണ്ട് അള്ളാഹു പറയാണ്, നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ ഇറച്ചി കരിഞ്ഞു വെക്കണമെങ്കിൽ വീണ്ടും ഇറച്ചി വെച്ച് തരല്ല, തോല് കരിയുന്ന സമയത്ത് വീണ്ടും തോല് തരും. ആ തോലോട് കൂടി വീണ്ടും നരകത്തിൽ വെന്തിരിക്കും. അപ്പൊ ആ തോല് വെന്തിരിയുന്ന തീ കത്തുന്ന സമയത്ത് നമ്മളെ കൈയെങ്ങാനും തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അനുഭവപ്പെടുന്ന വേദന നമ്മളെ ഇറച്ചിക്ക് തീ പിടിച്ചതിന്റെ വേദന അല്ല, എല്ലിന് തീ പിടിച്ച വേദന അല്ല, തോല് കരിഞ്ഞു പോയതിന്റെ വേദനയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ ഖുർആന്റെ പദം നോക്കൂ. ഇത് നബിതങ്ങൾക്ക് ആരെ പഠിപ്പിച്ചു കൊടുത്ത്? നബിതങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ തോലിലാണ് വേദന എടുക്കുന്നത്? എങ്ങനെ അറിയാം? ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതാണെന്നുള്ളതിന് ഇതിൽ മാത്രം എന്ത് തെളിവാണുള്ളത്? കഴിഞ്ഞ ദിവസം മക്കത്തെ ഇമാമായിട്ടുള്ള ഒരാളുടെ ഒരു സംസാരം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം ഖുർആന് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതം ഖുർആന് വേണ്ടി നൽകിയിരിക്കുകയാണ്. മക്കത്തെ ഹറമിലെ ഇമാമാന്നല്ല, നല്ല കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അള്ളാഹുവിൽ നിന്ന് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്യുന്നതനായ മലക്കാണ് ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അത് ഭൂമിയിൽ ഏറ്റെടുത്തത് അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏറ്റവും ഉന്നതനായ നബിയാണെന്നും എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അതേ തുടർന്ന് ഞാൻ ഖുർആനിൻ്റെ ഖാദിമായി മാറി, ഖുർആനിൻ്റെ സേവകനായി മാറി. എൻ്റെ ജീവിതം അഫ്നി ഹയാത്തി ഫി ഖിദ്മത്തി ഹാദൽ ഖുർആൻ, ഞാൻ എൻ്റെ ജീവിതത്തെ ഖുർആന്റെ ഖിദ്മത്തിലായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കും. അപ്പൊ അള്ളാഹു ഖുർആനിൽ കൂടി പറയാണ്, അള്ളാഹുവിന്റെ കലിമത്താണ്, അള്ളാഹുവിന്റെ വാക്കുകൾ. അള്ളാഹു പറയുന്നു, അങ്ങനെയാണ് നരകത്തിൽ ശിക്ഷ കിട്ടുക, അങ്ങനെയാണ് നരകത്തിൽ ശിക്ഷ കിട്ടുക. അള്ളാഹു ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീണ്ടും അള്ളാഹു പറയുന്നു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, മനുഷ്യ നിങ്ങളെല്ലാ ആളുകളും നരകത്തിന്റെ അടുത്ത് വരും. അപ്പൊ നമ്മൾ മുസ്ലിം ആണെങ്കിലും, നമ്മൾ നല്ല മുത്തഖീങ്ങളാണെങ്കിലും, നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിലും എല്ലാ മനുഷ്യരും നരകത്തിന്റെ അടുത്ത് വരും. ചില ഉലമാക്കൾ പറയുന്നു, നരകത്തിന്റെ മുകളിൽ കൂടിയുള്ള സിറാത്ത് പാലത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നരകത്തെയും നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുമെന്നാണ് ഒരു കൂട്ടം ഉലമാക്കൾ പറയുന്നത്. മറ്റൊരു കൂട്ടം ഉലമാക്കൾ പറയുന്നു, നരകത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് നരകത്തെ ഒരു നോക്ക് കാണാൻ മുഅ്മിനീങ്ങൾക്കൊക്കെ അവസരം ലഭിക്കുമെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടം ഉലമാക്കൾ പറയുന്നു, എന്ന് മാത്രമല്ല നരകത്തിന്റെ അകത്തിലൂടെ കടന്നു പോകും എന്ന് തന്നെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? നരകത്തിന്റെ ബേജാറും വെപ്രാളും എല്ലാം കണ്ടാൽ മാത്രമാണല്ലോ പിന്നെ ഒരു കയറിപ്പോകുന്ന സ്വർഗത്തിന് വില ഉണ്ടാകുക. മനസ്സിലായ? അപ്പൊ എല്ലാ ആളുകളും നരകത്തിന്റെ അടുക്കൽ കൂടെ കടന്നു പോകും. ആ നരകത്തിന്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന മുഴുവൻ മനുഷ്യരിലും അതിൽ നരകത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകളൊക്കെ നരകത്തിലേക്ക് പോകും, സ്വർഗത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടും. അള്ളാഹു പറയാണ്, ജീവിതത്തിൽ തഖ്വയുള്ള ആളുകളെ ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും, നരകത്തിൽ നിന്ന് ഞാൻ കാക്കും. എന്നാൽ അക്രമികളായിട്ടുള്ള അള്ളാഹുവിനനുസരിക്കാത്ത ധിക്കരിച്ചിരുന്ന ആളുകളെ മുട്ടുകുത്തിയവരായ അവസ്ഥയിൽ അവർ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടും. മുട്ടുകുത്തിയ ഒരവസ്ഥ. ഒരാൾ മുട്ടുകുത്തി നിൽക്കപ്പോഴാ ഏറ്റവും നിന്നതയുള്ള സമയത്തല്ല, ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന സമയത്തല്ല മുട്ടുകുത്തിയിരിക്കുക. അപ്പൊ തലയറത്ത് ഒരാളെ കൊല്ലാൻ പോകുന്ന സമയത്ത് മുട്ടുകുത്തിയിരിക്കും എന്ന് പറയുന്ന പോലെ നരകത്തിലേക്ക് അവരെ പ്രവേശിക്കപ്പെടുക മുട്ടുകുത്തിയവരായ അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നരകത്തിന്റെ ചുറ്റിലും അവരെ മുട്ടുകുത്തിയവരായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നതാണ്. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا. ദുനിയാവിൽ വെച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്യപ്പെടുമ്പോൾ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന സമയത്ത് ഈ കാഫിരീങ്ങളായിട്ടുള്ള ആളുകളെല്ലാം മുഅ്മിനീങ്ങളെ പരിഹസിക്കും, കളിയാക്കിക്കൊണ്ട് പറയും, നിങ്ങൾ വലിയ നല്ല ആളെന്നാവണ്ട, ഞങ്ങളാണ് ദുനിയാവിൽ ഏറ്റവും നല്ല ആൾ, ഞങ്ങൾക്കാണ് നല്ല അവസ്ഥയുള്ളതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ദുനിയാവിൽ മുഅ്മിനീങ്ങളെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ആളുകളുടെ പര്യവസാനം അവർ എത്തിച്ചേരുന്നത് ഒടുക്കം നരകത്തിലേക്കായിരിക്കും. മുട്ടുകുത്തിയവരായ അവസ്ഥയിലായിരിക്കും അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുക. വിശുദ്ധ ഖുർആനില് ജാസിയ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ജാസിയ, ഒരു സൂറത്തിന്റെ പേര് തന്നെ എങ്ങനെയാണ്. ആ ജാസിയ എന്ന പദത്തിന്റെ അർത്ഥം
മുട്ടുകുത്തിയവർ എന്നാണ്. മുട്ടുകുത്തിയവർ എപ്പോഴാണ് മുട്ടുകുത്തുക? ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന സമയത്ത് അക്രമികളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങുക മുട്ടുകുത്തിയവരായ അവസ്ഥയിലേക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആയത്ത് വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദാ ഇലാ കിതാബിഹാ അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അല്ലാഹു പറയാണ്, വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമികളും എല്ലാം അല്ലാഹുവിൻ്റെതാണ്. വയൗമ തഖൂമു സ്സഅതു യൗമഇദിൻ യഖ്സറുൽ മുബ്തിലൂൻ, നാളെ ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ അല്ലാഹുവിനെ ഭയപ്പെടാതെ അനുസരിക്കാതെ ജീവിച്ച ആളുകളെല്ലാം അവരുടെ ശിക്ഷകളെ ഏറ്റുവാങ്ങും. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ അല്ലാഹുവിനെ ധിക്കരിച്ച ആളുകളും മുട്ടുകുത്തിയവരായ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുല്ലു ഉമ്മത്തിൻ തുദാ ഇലാ കിതാബിഹ, ഓരോ സമൂഹത്തെയും സമുദായത്തെയും അവരുടെ നന്മ തിന്മകൾ എഴുതിയിട്ടുള്ള ഏടിനെ അവരുടെ കൈകളിൽ നൽകും. അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ദുനിയാവിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മുഴുവൻ നന്മകൾക്കുള്ള പ്രതിഫലം കിട്ടും, തിന്മകൾക്കുള്ള പ്രതിഫലം കിട്ടും. അള്ളാഹു പറയുന്നു, നിങ്ങൾ ദുനിയാവിൽ അഹങ്കരിക്കണ്ട. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അഹ്സനു അസാസ വരിയ, നിങ്ങളെക്കാൾ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സെറ്റപ്പിൽ ജീവിച്ച എത്ര സമൂഹങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ലോകത്ത് ഒരുപാട് ടെക്നോളജി എല്ലാം ഉള്ള കാലമാണ്. പക്ഷെ ഇതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ള നാഗരികതയൊക്കെ ഉള്ളായിരുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. ഫിർഔന്റെ സമൂഹം പോലെ, സാലിഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം പോലെ വിവിധ കാലങ്ങളിൽ ഒരൊക്കെ നശിച്ചു പോയല്ലോ, ഒരൊക്കെ ഭൂമിയിൽ മണ്ണടിഞ്ഞു പോയല്ലോ. അപ്പൊ നമ്മൾ കാണുന്ന ഭൂമിയിലെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ അതൊക്കെ ഭൂമിയിൽ മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ അവശേഷിപ്പുകളല്ലേ. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ, ഡൽഹിയിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ പഴയ മുഗളന്മാരുടെ അവശേഷിപ്പുകൾ കാണും, അക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ അവശേഷിപ്പുകൾ കാണും. അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു വലിയ സമൂഹം ഇവിടെ മരിച്ചു തീർന്നതല്ലേ. ഇനി ഒരു 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എന്ത് സംഭവിക്കും? നമ്മളെ ഈ പ്രദേശത്തോടുകൂടി നടന്നു പോകുന്ന ആളുകൾ നമ്മളുടെ അവശേഷിപ്പുകൾ കാണും, നമ്മൾ ജീവിച്ചതിന്റെ ബാക്കി അവശേഷിപ്പ് ഉണ്ടാവും, നമ്മൾ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അള്ളാഹു നമ്മുടെ ഖബർ എളുപ്പത്തിലാക്കട്ടെ. ഖുൽ മൻ കാന ഫിൽ ളലാലതി ഫൽയംദുദു ലഹു റഹ്മാനു മദ്ദ ഹത്താ ഇദാ റഅൂ മാ യുഅദൂന ഇമ്മൽ അദാബു വ ഇമ്മസ്സാ ഫസയഅലമൂന മൻ ഹുവ ശർറു മകാന വഅലാഫു ജുന്ദ. നിങ്ങൾ മീൻ പിടിക്കുന്ന കാണാറില്ലേ? വളവട്ടം പോയതിന്റെ മേലും കാട്ടാമ്പള്ളി പോയതിന്റെ മേലും കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുക ചാരിറ്റി ആയിട്ടാ. എന്ത് ചാരിറ്റിയാ? പുഴയിലുള്ള മീനൊന്നും അത്യാവശ്യത്തിന് ഫുഡൊന്നും കിട്ടൂല. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു ചൂണ്ടയിൽ എന്ത് ചെയ്യും? ഒരു മണ്ണിനൊക്കെ പിടിപ്പിച്ചിട്ട് ഇതിന് ഫുഡ് കൊടുക്കാൻ പോകും. ഒന്നും കിട്ടാത്ത ആൾക്കാർ ഫുഡ് കൊടുക്കാനാണല്ലോ പോകുന്നത് ശരിക്കും, അല്ല അങ്ങനെയല്ലേ ചെയ്ത് കളിക്കാം. മീനൊന്നും കിട്ടാത്ത ആൾക്കാർ ശരിക്കും ചൂണ്ടിടുന്നത് എന്തിനാ? ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് മീന്. ചില ആൾക്കാർക്ക് മീൻ കിട്ടും, നല്ല പിടിക്കാൻ അറിയുന്ന ആൾക്കാരാണ് മീൻ കിട്ടും. എങ്ങനെ ഒരു മീൻ പിടിക്കുക? ചൂണ്ടിടുന്ന സമയത്ത് ചൂണ്ട ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കും. കൊത്തുന്നുണ്ട് കണ്ടിട്ട് പിടിച്ചു കളിക്കോ? ഇല്ല, നല്ലോണം കൊത്താൻ വേണ്ടി ഇങ്ങനെ താഴത്തേക്ക് പിന്നെയും എന്ത് ചെയ്ത് തീർക്കും? ഇറക്കി ഇട്ടുകൊടുക്കും. അത് നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് ഒരു രീതിയാണ്. അള്ളാഹും അങ്ങനെ തന്നെയാണ്. നമ്മൾ അള്ളാഹുവിന് ഭയപ്പെടാതെ, അനുസരിക്കാതെ, ഇബാദത്തുകളിൽ ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഇച്ഛയും സ്വയം ആ ഇച്ഛകളൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു അപ്പൊ തന്നെ ശിക്ഷിക്കാനും നിൽക്കൂല, പിടിക്കാനും നിൽക്കൂല. അള്ളാഹു നമ്മൾ എവിടം വരെ പോകുന്നുണ്ടോ അവരെ പോകാൻ പഠിച്ചും വിടും. അതാണ് അള്ളാഹു പറയുന്നത്, ഫൽയംദുദു ലഹു റഹ്മാനു മദ്ദ. അള്ളാഹു ഇങ്ങനെ വിടും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഖിയാമത്ത് നാളിൽ അവന്റെ ശിക്ഷയെ കാണും. ഫസയഅലമൂന മൻ ഹുവ ശർറു മകാന വഅലാഫു ജുന്ദ. അവന്റെ അവസ്ഥ എത്ര മോശമാണ് എന്നുള്ള കാര്യമൊക്കെ അവൻ നേരിട്ട് കണ്ടറിയും. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൂ ഹുദാ വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ. എന്നാൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് നാളിൽ അധികമായിട്ട് നൽകും. വൽ ബാഖിയാതുസ് സാലിഹാത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ബാക്കിയാവുക ദുനിയാവിൽ വെച്ച് നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ്, നമ്മൾ ചെയ്ത സാലിഹായ അമലുകൾ മാത്രമാണ്. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ. ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ മറദ്ദ. അള്ളാഹുവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകുന്ന സമയത്ത് നമുക്കാകെ അവശേഷിക്കുന്നത് നമ്മളുടെ അമലു സാലിഹാത്ത് മാത്രമായിരിക്കും. വൽ ബാഖിയാത്തു സാലിഹാത്ത് എന്നാണ് അവിടെ ഉപയോഗിച്ച പദം. അതായത് ബാക്കിയാവുന്നത് നമ്മുടെ സാലിഹാത്ത് മാത്രമായിരിക്കും. വിധങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബർ വരെ കുടുംബക്കാരൊക്കെ വരും.
ഖബറിൽ മയ്യത്ത് വെച്ചിട്ട് ഓരൊക്കെ മടങ്ങിപ്പോകും. ഖബറിൽ ബാക്കിയാവുക എന്ത് മാത്രമാണ്? നമ്മൾ ദുനിയാവിൽ വെച്ച അമല് മാത്രമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇത്തക്കുന്നാറ വലോ ബിശിക്ക് തമ്പ്രത്തിൻ, ഒരു ഈത്തപ്പനയുടെ ചീള് ഉപയോഗിച്ചിട്ടെങ്കിലും നരകത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഒരു ഈത്തപ്പന്റെ ചീള് കിട്ടി അത് ആർക്കെങ്കിലും കൊടുത്തിട്ട് നരകത്തിന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. അപ്പൊ നമ്മള് ഈ പ്രദേശത്ത് ഇപ്പൊ എല്ലാ ശനിയാഴ്ചയും ഈ പ്രദേശത്ത് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ട് നമ്മൾ രാവിലത്തെ ഞായറാഴ്ച ഖുർആൻ ക്ലാസ്സിന് ക്ഷണിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം ഒരു സംസാരമുണ്ട്, അതിലേക്ക് ക്ഷണിക്കും. ഈ പ്രദേശത്തെ ഓരോ വീടുകൾ പോയി പള്ളിയിലേക്ക് ഈ പ്രദേശത്ത് വളരെ കുറവല്ലേ വരുന്നത്. പോകുന്ന സമയത്താണ് ഓരോ വീടുകളിലുള്ള അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അവസ്ഥകൾ എന്ന് വെച്ചാൽ വളരെ മോശം, പരിതാപം. ദാരിദ്ര്യവും ദീനില്ലായ്മയും ഒരുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മോശം അവസ്ഥയാണ്. ദാരിദ്ര്യമുണ്ട്, അതേസമയത്ത് ദീനില്ലായ്മയുണ്ട്, പള്ളിയായിട്ടുള്ള ബന്ധമില്ലായ്മയുണ്ട്. അവസ്ഥകൾ വളരെ മോശമാണ്. ആണുങ്ങളില്ലാത്ത വീടുകൾ, ആണുങ്ങൾ ഉപേക്ഷിച്ചു പോയ പെണ്ണുങ്ങൾ, ഒരു വീട്ടിൽ 2 പെണ്ണുങ്ങളും 8 മക്കളും, 2 പെണ്ണുങ്ങളും 8 മക്കളും, 2 പെണ്ണുങ്ങൾക്കും ഭർത്താക്കന്മാരില്ല. ഇല്ല. മക്കളെ കാര്യം എന്തായാലും അവർ നോക്കാൻ ആരില്ല, അവരെ തർബിയത്ത് ശ്രദ്ധിക്കാൻ ആരില്ല. പല വീടുകളെയും അവസ്ഥ, പല വീട്ടിലും മാനസികമായിട്ട് അസുഖങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള വീടുകളുണ്ട് അല്ലേ. പല അസുഖങ്ങളുള്ള ആളുകൾ, പല വീടുകളുടെ അവസ്ഥ, ചില അവസ്ഥകൾ കേട്ട് അല്ലേ സൈദാലിക്ക പറഞ്ഞ കഴിഞ്ഞ വർഷം. അല്ല, നമ്മൾ അവസ്ഥകൾ മനസ്സിലാക്കണം. ഇതിന് നമ്മൾ ഉത്തരവാദിയാണ്. നമ്മൾ ഖുർആൻ ക്ലാസ്സിന് കൂടി നമ്മളിങ്ങനെ പിരിഞ്ഞു പോയതുകൊണ്ട് മാത്രമേ നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് പലതും പുറത്തു പോലും പറയാൻ പറ്റാത്ത അവസ്ഥകൾ, വീടുകളിലെ അവസ്ഥകൾ, കുടുംബത്തിന്റെ അവസ്ഥകൾ. ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് കള്ളും കഞ്ചാവും ഒക്കെ എന്ത് ചെയ്യുക, വ്യാപിക്കുകയും ചെയ്യുക. ദാരിദ്ര്യമെല്ലാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മുലാഖാത്ത് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു 1000 റുപ്യ ഏൽപ്പിച്ചിരുന്നല്ലോ. നമ്മൾ എന്ത് ചെയ്തു, 2 കിറ്റ് റെഡിയാക്കിയിട്ട് നന്ന കഴിവില്ലാത്ത 2 വീടുകളിൽ എത്തിച്ചു. അൽഹംദുലില്ലാ, അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ദാരിദ്ര്യം അത്ര മോശം അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ സാധാരണ അൽഹംദുലില്ലാ നമ്മളിവിടെ കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ ഇടക്കിടക്ക് കിറ്റുകൾ കൊടുക്കാറുണ്ട്. അത് അങ്ങനെ ആളുകൾ അങ്ങനെ തന്നെയാണ് അടുക്കും. അപ്പൊ നമ്മൾ ഈ അടുത്ത് എല്ലാവരും അറിയാൻ വേണ്ടി പറയുന്നതന്നെ, ഈ അടുത്ത് നമ്മൾ പള്ളിയിൽ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ, ബാങ്ക് പെട്ടെന്ന് സ്റ്റോപ്പായല്ലോ. മൈക്കിനെതിരെ കുറച്ച് ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ അതിൽ 6 പേരെ ഒപ്പിട്ടിട്ടുള്ളൂ. പലരുടെ അടുത്തും പോയി ഒപ്പിടാൻ വരും ചോദിച്ചു, പക്ഷെ അധികം പേരെന്ത് ചെയ്യില്ല, ഒപ്പിട്ട് കൊടുത്തില്ല. ഒപ്പിട്ട് കൊടുക്കാത്ത ചോദിച്ചത്, ഇവരെ കൊണ്ട് നമുക്ക് പള്ളിക്കൊരു നമ്മുടെ നാട്ടിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പള്ളി നല്ലതല്ലേ, എന്തിനാണ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ട് വെറുതെ ഇടങ്ങേറുണ്ടാക്കുന്നത്? അവരങ്ങനെ പറയാൻ കാരണം അൽഹംദുലില്ലാ നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാ ഹിന്ദു വീടുകളിലൊക്കെ കിറ്റ് കൊടുക്കാറുണ്ടായിരുന്നു, എല്ലായിടത്തും എത്തിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മഹബത്ത് നമുക്കുണ്ട്. അത് നമ്മൾ ദുനിയാവിൽ മാത്രമല്ല, നമ്മൾ ആഖിറത്തിലെ ബാക്കിയാവും. അത് ഒരാൾക്ക് നമ്മൾ കൊടുത്ത ഒരു ചാക്ക് അരിയാണെങ്കിൽ പോലും, ഒരു ഈത്തപ്പന കഷ്ണാണെങ്കിൽ പോലും. ഒരു സംഭവം കൂടി പറഞ്ഞു നിർത്താം. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പ്രവേശിച്ചു. മഹാൻ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, വലിയ ദരിദ്രനായ സഹാബിയാണല്ലോ, വലിയ പ്രത്യേകിച്ച് സമ്പത്തോ ഒന്നുമില്ലാത്ത സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ അദ്ദേഹം അബിസീനിയക്കാരായിട്ടുള്ള ദരിദ്രനാണ്, പ്രത്യേകിച്ച് സമ്പത്തും ഒന്നുമില്ല. ബിലാൽ അലൈഹി സ്വലാം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കയറിയ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് കുറച്ച് ഈത്തപ്പഴം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അബിസീനിയക്കാരനായിട്ടുള്ള അടിമയുടെ പെണ്ണിന്റെ മോനാണ്. അടിമയായിരുന്നു, ദരിദ്രനാണ്, കറുത്തിരുണ്ടിട്ട് പാവം. നബിതങ്ങളെ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ ഇത് കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, മാ ഹാദ യാ ബിലാൽ, ബിലാൽ ഇതെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷൈഉൻ ഇദ്ദഖർതുഹു ലിഗദ്, നാളെ മരണത്തിന് ശേഷമുള്ള ഷൈഉൻ ഇദ്ദഖർതുഹു ലിഗദ്, നാളേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. ഇന്നിൻ്റെ അടുത്ത് കഴിക്കാനൊക്കെ ഉണ്ട്, നാളെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരികയാണെങ്കിൽ ആവശ്യത്തിന് വേണ്ടി പത്തായത്തിൽ അരി സൂക്ഷിക്കുന്നത് പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈത്തപ്പഴമാണ് ഇതാണ് പറഞ്ഞു. ഫഖാൽ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ തഖ്ശ അൻ തറാ ലഹു ഗദൻ ബുഖാറൻ ഫീ നാരി ജഹന്നം യൗമൽ ഖിയാമ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല, സമ്പത്തൊന്നുമില്ല. അങ്ങനെയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് വീട്ടിൽ കുറച്ച് ഈത്തപ്പഴം സൂക്ഷിച്ചു വെച്ചത്.
ആ ബിലാൽ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബിലാലെ, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള നരകത്തിന്റെ തീന്റെ ജ്വാലയെ നീ പേടിക്കുന്നില്ലേ? അൻഫിഖ് യാ ബിലാൽ, ബിലാലെ നീ സമ്പത്തിനെ ചെലവഴിക്ക്, സമ്പത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖകൾ ചെയ്യ്. വലാ തഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാല, അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരും എന്നുള്ള പേടി നിനക്ക് ഒരിക്കലും വേണ്ട. അത് വലിയൊരു വാക്കാണ്. നിന്റെ റബ്ബ് വലാ തഖ്ശ മിൻ ദിൽ അർശി, നിന്റെ റബ്ബ് അർശിന്റെ ഉടമസ്ഥനാണ്, അർശിന്റെ റബ്ബാണ്. ഭൂമിയും ആകാശങ്ങളും എല്ലാം സംരക്ഷിക്കുന്ന അള്ളാഹുവാണ്. ഇത് വെയിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം റിസ്ക് കൊടുക്കുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹു നീ സദക്ക ചെയ്തതിന്റെ പേരിൽ നിനക്ക് ദാരിദ്ര്യം തരും എന്നൊരിക്കലും നീ പേടിക്കണ്ട. അതുകൊണ്ട് ബിലാലെ നീ കൊടുക്കുക. അൻഫിഖ് യാ ബിലാൽ. ആരോടെ പറയുന്നത്? ഏറ്റവും പരമദരിദ്രനായിട്ടുള്ള അടിമയായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വെച്ച ആ കുറച്ച് ഈത്തപ്പഴം കൊടുക്കാൻ പറഞ്ഞത്. അതോ അപ്പാണ് പറഞ്ഞത്, ഇത്തക്കുന്നാർ വല ബിശക്ക് തമർ, ഒരു ഈത്തപ്പയത്തിന്റെ ചീള് കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കണം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ബാക്കിയാവുക